സുഭദ്ര കൊലക്കേസിൽ നിർണായക വിവരങ്ങൾ പോലീസിന്. കൊലപാതകത്തിനു ശേഷം തെളിവ് നശിപ്പിക്കുന്നതിനു വേണ്ടി മൃതദേഹത്തിൽ 20 കിലോ പഞ്ചസാര വിതറിയതായി പോലീസ് അറിയിച്ചു. പഞ്ചസാര വിതറിയാൽ മൃതദേഹം ഉറുമ്പരിച്ചു പോകുമെന്ന ആശയം സിനിമ കണ്ട് ലഭിച്ചതാണെന്ന് പ്രതി മാത്യൂസ് പോലീസിനോട് പറഞ്ഞു. യൂട്യൂബിൽ കണ്ട ഒരു മലയാള സിനിമയിലാണ് ഇങ്ങനെ കണ്ടതെന്നും മാത്യൂസ് പറഞ്ഞു. കലവൂരിലെ ഒരു കടയിൽ നിന്നുമാണ് മാത്യൂസ് പഞ്ചസാര വാങ്ങിയത്. കട ഉടമ മാത്യൂസിനെ തിരിച്ചറിഞ്ഞതായും പോലീസ് അറിയിച്ചു. കുഴിയെടുത്ത് മൃതദേഹമിട്ട ശേഷമാണ് പഞ്ചസാര വിതറിയത്. പക്ഷേ എടുത്ത കുഴിക്ക് ആഴം കൂടുതലായതിനാൽ പഞ്ചസാര ഉറുമ്പരിച്ചില്ല. കൂടാതെ കുഴിയിൽ വെള്ളക്കെട്ടുമുണ്ടായിരുന്നു. മൃതദേഹം മറവു ചെയ്യുന്നതിനു മുൻപേ സുഭദ്ര ധരിച്ചിരുന്ന മാല പ്രതികൾ ഊരിയെടുത്തിരുന്നു. എന്നാൽ മാല മുക്കുപണ്ടമാണെന്ന് മനസ്സിലായതോടെ തോട്ടിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. പ്രതികൾ താമസിച്ചിരുന്ന കൊർത്തുശ്ശേരിയിലെ വാടക വീടിനു പിന്നിലെ തോട്ടിൽ നിന്നും പോലീസ് ഇന്നലെ മാല കണ്ടെത്തി. മാലയ്ക്കായി ഇതിനു മുൻപും തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കിട്ടിയിരുന്നില്ല. ഇന്നലെ വീണ്ടും മാത്യൂസിനെ ഇവിടെ എത്തിച്ച ശേഷം തൊഴിലാളികളുടെ സഹായത്തോടെയാണ് മാല കണ്ടെത്തിയത്. തോട്ടിലെ മാലിന്യങ്ങൾ ഉള്ളതിനാൽ അത് വൃത്തിയാക്കിയാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. തെളിവ് ശേഖരണത്തിന് ശേഷം ഇന്നലെ തന്നെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ഓഗസ്റ്റ് 4-നാണ് കൊച്ചി കടവന്ത്രയിൽ നിന്ന് 73-കാരിയായ സുഭദ്രയെ കാണാതാകുന്നത്. അമ്പലങ്ങളിൽ മറ്റും പോകാറുണ്ടായിരുന്ന സുഭദ്ര പലപ്പോഴും 1-2 ദിവസങ്ങൾക്കു ശേഷമാണ് തിരിച്ചു വന്നിരുന്നത്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സുഭദ്ര തിരിച്ചെത്താതിരുന്നതോടെ 7-ാം തീയതി മകൻ രാധാകൃഷ്ണൻ കടവന്ത്ര പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് കഴിഞ്ഞ 1 മാസത്തോളമായി പോലീസ് അന്വേഷണം നടത്തിവരികയായിരുന്നു. പ്രതികളായ ശർമിളയും മാത്യൂസുമായി സുഭദ്രയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇടയ്ക്കിടെ സുഭദ്ര ഇവരെ സന്ദർശിച്ചിരുന്നു. മൂവരും ഒന്നിച്ച് യാത്രകളും നടത്തിയിരുന്നു. ഇതിനിടെ സുഭദ്രയുടെ സ്വർണം പ്രതികൾ മോഷ്ടിച്ചിരുന്നു. ഇതേ ചൊല്ലി സുഭദ്ര ഇവരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിലും ക്രമേണ പഴയ സൗഹൃദം പുനഃസ്ഥാപിക്കുകയായിരുന്നു. തുടർന്ന് പ്രതികൾ സുഭദ്രയെ കലവൂരിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും കൊലപ്പെടുത്തുകയുമായിരുന്നു. സുഭദ്രയുടെ പക്കലുണ്ടായിരുന്ന സ്വർണം കവർന്ന ശേഷമാണ് പ്രതികൾ വയോധികയെ കൊന്ന് കുഴിച്ചുമൂടിയത്.